പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാഹ്, സുഖമല്ലേ? ഞങ്ങളുടെ വീടിനടുത്ത് ഇപ്പോൾ അടുത്തൊരു മരണം ഉണ്ടായി. ഒരു ചെറിയൊരു പ്രായം ഒരു പെണ്ണ് ആത്മഹത്യയാണ് ചെയ്തത്. ആദ്യം വിഷം കുടിച്ചു, പിന്നീട് ഒരു കയറിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ഏകദേശം 5 വയസ്സ് പ്രായമാകാനായ LKGയിൽ പഠിക്കുന്ന ഒരു മോളുണ്ട് അവൾക്ക്. മരണകാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ പറഞ്ഞു തരാം. മരിച്ച പെൺകുട്ടിയുടെ പേര് അപർണ എന്നാണ്. അവൾ കോളേജിൽ പഠിക്കുമ്പോൾ രാഹുൽ എന്നൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. പിരിയാൻ പറ്റാത്ത വിധം അപർണയും രാഹുലും അടുത്തു കഴിഞ്ഞിരുന്നു. വീട്ടിലാണെങ്കിൽ അപർണയ്ക്ക് കല്യാണാലോചനകൾ വന്നു. അപർണ രാഹുലിനോട് പറഞ്ഞു, എനിക്ക് വീട്ടിൽ കല്യാണാലോചനകൾ വരുന്നുണ്ട്, ഞാനിനി എന്താണ് ചെയ്യുക? അപർണ രാഹുലിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. രാഹുലും അപർണയും വ്യത്യസ്തമായ മതക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടുകാരോട് പറയാനൊരു പേടിയുണ്ടായിരുന്നു. എന്ത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും വേണ്ടിയില്ല, അവർ വീട്ടുകാരോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയി. രണ്ടുപേരും അന്യമതക്കാരായതുകൊണ്ട് വീട്ടുകാർക്ക് ആ ഒരു വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു. അവർ അവരോട് കേണപേക്ഷിച്ചു, ഞങ്ങളുടെ കല്യാണം നടത്തി തരണമെന്ന്. പക്ഷേ അവരുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമില്ലായിരുന്നു. വീട്ടുകാർ ഒരിക്കലും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കിയ അവർ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് രജിസ്റ്റർ മാരേജ് ഓഫീസിൽ പോയി അവരുടെ വിവാഹം നടത്തി. വീട്ടുകാരുടെ സമ്മതമില്ലാതെ അവർ രജിസ്റ്റർ മാരേജ് നടത്തിയതുകൊണ്ട് രണ്ടുപേരുടെയും വീട്ടുകാർ അവരെ ഉപേക്ഷിച്ചു. അങ്ങനെ വീട്ടുകാരുടെ അടുത്തു നിന്നും അങ്ങ് ദൂരെ കുറച്ച് ഒരു വീടെടുത്ത് അവർ പുതിയൊരു ജീവിതം തുടങ്ങി. വളരെ സന്തോഷം നിറഞ്ഞ, വളരെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ദാമ്പത്യമായിരുന്നു അവരുടേത്. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവരുടെ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി അപർണ ഗർഭിണിയായി. അങ്ങനെ അപർണ ഗർഭിണിയായി 10 മാസം കഴിഞ്ഞപ്പോൾ അവർക്കൊരു പിഞ്ചു കുഞ്ഞു പിറന്നു. അവർക്കൊരു കുഞ്ഞു പിറന്നതോടുകൂടി അവരുടെ സ്നേഹബന്ധം ഒന്നും കൂടി ദൃഢമായി. അവർക്ക് ആ കുഞ്ഞിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അവളുമായി അവർ ഒരുപാട് സമയം ചെലവഴിച്ചു. കുഞ്ഞുകൂടെ വന്നതോടുകൂടി അവരുടെ ചിലവുകൾ വർദ്ധിച്ചു. രാഹുലിന് കാര്യമായിട്ടൊരു പണിയൊന്നുമില്ലായിരുന്നു. അപർണയെ എങ്ങനെ തനിച്ചാക്കി പോകുമെന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ പണികളെടുത്ത് അങ്ങനെ നടക്കുകയായിരുന്നു രാഹുൽ. ചിലവുകൾ വർദ്ധിച്ചതോടെ പുറത്തു പോയി നിന്ന് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ രാഹുലിന് വന്നു. വീട്ടിലെ ചിലവുകൾ ആലോചിച്ച് അപർണയും രാഹുലിനെ ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പറഞ്ഞയച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറിയൊക്കെ കിട്ടുന്ന നല്ലൊരു ജോലിയായിരുന്നു രാഹുലിന് കിട്ടിയിരുന്നത്. ആദ്യമൊക്കെ അപർണയെയും മോളെയും വിട്ടുപിരിഞ്ഞ സങ്കടം രാഹുലിന് നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു ശേഷം കഴിഞ്ഞ് അവിടെ വെച്ച് രാഹുലിൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു പെണ്ണുമായിട്ട് രാഹുൽ ഭയങ്കര അടുപ്പത്തിലായി. അവർ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാനും കറങ്ങാൻ പോകലുമൊക്കെയായി അവർ പരസ്പരം പ്രണയത്തിലായി. അപർണയും മോളും തനിച്ചാണ് എന്നുള്ള വിചാരം പോലും ഇപ്പോൾ രാഹുലിന് ഇല്ല. അപർണ ഇതൊന്നും അറിയാതെ വീട്ടിൽ മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടും വീട്ടുജോലികളിലുമായിട്ട് അങ്ങനെ അവിടെ കഴിഞ്ഞുകൂടി. രാഹുലിനെ ജീവനായിരുന്നു അപർണയ്ക്ക്. വിട്ടുപിരിയാൻ പൂതിയുണ്ടായിട്ടല്ല. മോളുടെ കളിയും ചിരിയുമായിട്ട് രാഹുൽ ഇല്ലാത്ത വേദന അവൾ അങ്ങനെ മറക്കും. അപർണ ഫോൺ ചെയ്താലും വല്ലാതെ രാഹുൽ സംസാരിക്കാതെയായി. എന്തെങ്കിലും കാരണം പറഞ്ഞ് പെട്ടെന്ന് ഒഴിവാകും. കമ്പനിയിൽ തിരക്കാണ്, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും മീറ്റിംഗ് ആണ് എന്നെല്ലാം പറഞ്ഞു. വീട്ടിലേക്ക് വന്നാലും അപർണയുമായിട്ട് രാഹുലിന് വലിയ താല്പര്യമില്ലായിരുന്നു. രാഹുലിന് അപർണയോട് ഇപ്പോൾ പഴയ ആ ഒരു താല്പര്യമില്ല, സ്നേഹമില്ല. ഈ ഒരു അവഗണന അപർണയെ വല്ലാതെ സങ്കടപ്പെടുത്തി. രാഹുലിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അയാളുടെ പെരുമാറ്റത്തിലൂടെ അവൾ മനസ്സിലാക്കി. താൻ ജീവന് തുല്യം സ്നേഹിച്ച രാഹുൽ മറ്റൊരു പെണ്ണുമായി ബന്ധമുണ്ട് എന്നറിഞ്ഞത് അപർണയ്ക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നെ പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ മാതാപിതാക്കളെ ഒഴിവാക്കി, അവരെ ധിക്കരിച്ച്, അവരെക്കാൾ ഞാൻ രാഹുലിനെ സ്നേഹിച്ചാണ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. അവൻ എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ അവനെ എത്രത്തോളം സ്നേഹിച്ചതായിരുന്നു. അവനിങ്ങനെ മാറും, മറ്റൊരു പെണ്ണുമായി ബന്ധത്തിലാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ സങ്കടങ്ങൾ ഇനി ഞാൻ ആരോട് പറയും? എനിക്കാകെ ഉണ്ടായിരുന്നത് രാഹുലാണ്. അവനെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. മാതാപിതാക്കളുടെ അടുത്തേക്ക് ഇനി എനിക്ക് ചെല്ലാൻ വയ്യ. അപർണ കേണപേക്ഷിച്ച് രാഹുലിനോട് ആ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ പറഞ്ഞു. ഇനി നമുക്ക് ആ ജോലി വേണ്ട, നിങ്ങൾ ഇനി ആ ജോലി സ്ഥലത്തേക്ക് പോകേണ്ട എന്നൊക്കെ അപർണ കേണപേക്ഷിച്ചു രാഹുലിനോട്. പക്ഷേ രാഹുൽ അതൊന്നും കേൾക്കാതെ അവളെ ധിക്കരിച്ച് ജോലി സ്ഥലത്തേക്ക് തന്നെ പോയി. എന്തു ചെയ്യുമെന്നറിയാതെ അപർണ നിശബ്ദമായി നിന്നു. ഒരുപാട് സങ്കടപ്പെട്ട് അപർണയുടെ മനസ്സാകെ മരവിച്ചിരുന്നു. അപർണ വീടിനുള്ളിലേക്ക് പോയി. ഇന്ന് മോൾക്ക് സ്കൂളുണ്ട്, മോളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടണം. രാഹുലിൻ്റെ ഈ പ്രശ്നത്തിന് ശേഷം അപർണ മോളുമായിട്ട് വല്ലാതെ അങ്ങ് കളിക്കാറില്ലായിരുന്നു. ഇന്ന് മോളുമായി ഒരുപാട് നേരം കളിച്ചു. അവളെ കുളിപ്പിച്ച് അവൾക്ക് യൂണിഫോം ഇട്ടുകൊടുത്ത് അവൾക്കുള്ള ഭക്ഷണവും വാരിക്കൊടുത്ത് അവളെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് യാത്രയാക്കി. മോളെ യാത്രയാക്കി അവൾക്ക് ടാറ്റയും കൊടുത്ത് അവളെ പറഞ്ഞു വിടുമ്പോൾ അപർണയുടെ മനസ്സിൽ എന്തൊക്കെയോ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ഇനി എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? രാഹുലിന് എന്നെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? അപർണ നേരെ വീടിനുള്ളിലേക്ക് പോയി മൊബൈലെടുത്ത് രാഹുലിന് ഫോൺ ചെയ്തു ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു.
രാഹുൽ അവളുടെ വാക്കുകളൊന്നും കേൾക്കാൻ തയ്യാറല്ലായിരുന്നു. അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും രാഹുൽ തയ്യാറായിരുന്നില്ല. രാഹുലിനോട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ അവൾ യാത്ര പറഞ്ഞ് കുറച്ച് വിഷം കുടിച്ചു. രാഹുൽ കാണേ തന്നെ. പിന്നെ അതുകൊണ്ട് മരിക്കില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാകാം അവൾ ഒരു കയറെടുത്ത് തൂങ്ങുകയും ചെയ്തു. ഇതെല്ലാം വീഡിയോ കോളിലൂടെ രാഹുൽ കണ്ടിരിക്കുകയായിരുന്നു. അവന് അവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. രാഹുലിനെ അപർണയെ ഒഴിവാക്കി മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള ബന്ധവും അപർണയോടുള്ള അവഗണനയും അപർണയെ ഒരുപാട് സങ്കടപ്പെടുത്തി. ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവൾക്ക് ജീവിച്ചിരിക്കേണ്ട, എങ്ങനെയെങ്കിലും പോയാൽ മതിയെന്നൊരവസ്ഥയിലായി അവൾ. ആ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും അപർണ അപ്പോൾ ഓർത്തില്ല. അവൾ ആ കുഞ്ഞിനെ ഈ ഭൂമിയിൽ തനിച്ചാക്കി അവൾ മറ്റൊരു ലോകത്തേക്ക് യാത്രയായി. പ്രിയ കൂട്ടുകാരെ, ഇതായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ മരിച്ച ആ പെൺകുട്ടിക്കുണ്ടായ അവസ്ഥ. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ നാടുകളിൽ പല കുടുംബങ്ങളിലും കണ്ടുവരുന്ന പ്രശ്നമാണിത്. ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റൊരാളുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ടാവുക, അതിൽ കുടുംബം തകരുക, എന്നിട്ട് കുട്ടികൾ അനാഥരാവുക, എന്നിട്ട് അങ്ങനെ മറ്റൊരു കാമുകനും കാമുകിയുമായി ബന്ധമുണ്ടായിട്ട് ആരുടെ ജീവിതമാണ് ഇത്ര ഉഷാറായി നടന്നു പോയിട്ടുള്ളത്? ആരുടെയും ഇല്ല. പിന്നെ എന്തിനാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കുന്നത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം തകർക്കുന്ന ഇത്തരം ഒരു കെണികളിൽ നിങ്ങൾ ഒരിക്കലും പെട്ടുപോകരുത്. അപർണയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, അവൾ അത്യാവശ്യം പഠിച്ചൊരു കുട്ടിയാണ്. അവൾക്ക് നല്ലൊരു ജോലി കിട്ടും. രാഹുലിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായതിനെ തുടർന്ന് അവൾ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയല്ല വേണ്ടിയിരുന്നത്. അവൾ അവളുടെ ആ കുഞ്ഞുമായി ജീവിച്ച് അവൻ്റെ മുന്നിലൂടെ നടന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി സങ്കടപ്പെട്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അയാൾ നന്നാകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മഹത്യയ്ക്ക് ഒരിക്കലും ശ്രമിക്കരുത്. അയാളുടെ മുന്നിലൂടെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അയാൾ നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കൽ കേണ് വരും, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ്. കാരണം എന്താണെന്നറിയോ? തെറ്റായ ഒരു ജീവിതവും, അവനവൻ്റെ ഭാര്യമാരെ വഞ്ചിച്ചിട്ടുള്ള, കുട്ടികളെ വഞ്ചിച്ചിട്ടുള്ള ഒരു ജീവിതവും ഇതുവരെ നല്ല നിലയിൽ പോയിട്ടില്ല. അതിൻ്റെ എല്ലാം അവസാനം അയാളുടെ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ മരിക്കുകയല്ല വേണ്ടത്, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം.